സക്സസ് ഫയലിലേക്ക് സ്വാഗതം. പ്രധാനപ്പെട്ട സെലക്ട് ചെയ്തിട്ടുള്ള 100 ചോദ്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, നോബൽ സമ്മാനം കരസ്ഥമാക്കിയ ആദ്യ വനിത. നോബൽ സമ്മാനം കരസ്ഥമാക്കിയ ആദ്യ വനിത ആരാണ്? മാഡം ക്യൂറിയാണ്. മാഡം ക്യൂറിയാണ് നോബൽ സമ്മാനം കരസ്ഥമാക്കിയ ആദ്യത്തെ വനിത. മലയാളത്തിലെ ആദ്യത്തെ പത്രമായ രാജ്യസമാചാരം എവിടെ നിന്നുമാണ് പ്രസിദ്ധീകരണം ആരംഭിച്ചത്? മലയാളത്തിലെ ആദ്യത്തെ പത്രം ഏതാണ്? രാജ്യസമാചാരമാണ്. രാജ്യസമാചാരം പ്രസിദ്ധീകരണം ആരംഭിച്ചത് തലശ്ശേരിയിൽ നിന്നുമാണ്. തലശ്ശേരി. കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തെ കായൽ ഏതാണ്? കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തെ കായൽ ഉപ്പള കായലാണ്. കാസർഗോഡ് ജില്ലയിലെ ഉപ്പള കായലാണ് കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തെ കായൽ. പാറ്റഗുളികയായി ഉപയോഗിക്കുന്ന രാസവസ്തു. പാറ്റഗുളികയായി ഉപയോഗിക്കുന്ന രാസവസ്തു നാഫ്തലിൻ. നാഫ്തലിനാണ് പാറ്റഗുളികയായി ഉപയോഗിക്കുന്ന രാസവസ്തു. ചീയപ്പാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല. ചീയപ്പാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി ജില്ലയിലാണ് ചീയപ്പാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. പോസ്റ്റ് ഓഫീസ് എന്ന പുസ്തകം രചിച്ചത് ആരാണ്? പോസ്റ്റ് ഓഫീസ് എന്ന പുസ്തകം രചിച്ചത് രവീന്ദ്രനാഥ് ടാഗോറാണ്. രവീന്ദ്രനാഥ് ടാഗോറാണ് പോസ്റ്റ് ഓഫീസ് എന്ന പുസ്തകം രചിച്ചത്. ഏത് സംസ്ഥാനത്തെ വിഭജിച്ചാണ് ജാർഖണ്ഡ് രൂപവൽക്കരിച്ചത്? ജാർഖണ്ഡ് രൂപവൽക്കരിച്ചത് ഏത് സംസ്ഥാനത്തെ വിഭജിച്ചിട്ടാണ്? ബീഹാറാണ്. ബീഹാർ സംസ്ഥാനത്തെ വിഭജിച്ചിട്ടാണ് ജാർഖണ്ഡ് രൂപവൽക്കരിച്ചത്. ഇന്ത്യയിലെ ചുവന്ന നദി എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ചുവന്ന നദി എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്ര നദിയാണ്. ബ്രഹ്മപുത്ര നദിയാണ് ഇന്ത്യയിലെ ചുവന്ന നദി എന്ന് അറിയപ്പെടുന്നത്. കേരളത്തിലെ സമാന്തര സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. കേരളത്തിലെ സമാന്തര സിനിമയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് അടൂർ ഗോപാലകൃഷ്ണനാണ്. അടൂർ ഗോപാലകൃഷ്ണനാണ് കേരളത്തിലെ സമാന്തര സിനിമയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. വെള്ളാരംകല്ല് രാസപരമായി അറിയപ്പെടുന്നത്. വെള്ളാരംകല്ല് രാസപരമായി അറിയപ്പെടുന്നത് സിലിക്കൺ ഡയോക്സൈഡ്. സിലിക്കൺ ഡയോക്സൈഡ്. ഫ്രഷ് ഫുഡ് വിറ്റമിൻ എന്നറിയപ്പെടുന്നത്. ഫ്രഷ് ഫുഡ് വിറ്റമിൻ. വിറ്റാമിൻ സി ആണ്. ജീവകം സി ആണ് ഫ്രഷ് ഫുഡ് വിറ്റാമിൻ എന്ന് അറിയപ്പെടുന്നത്. വൈദ്യുതി സമരകാലത്തെ കൊച്ചി ദിവാനായിരുന്നത് ആരാണ്? വൈദ്യുതി സമരകാലത്തെ കൊച്ചി ദിവാൻ ആരായിരുന്നു? ആർ കെ ഷൺമുഖം ചെട്ടിയായിരുന്നു. ആർ കെ ഷൺമുഖം ചെട്ടിയായിരുന്നു വൈദ്യുതി സമരകാലത്തെ കൊച്ചി ദിവാൻ ആയിരുന്നത്. ക്രയോലൈറ്റ് ചേർത്താൽ ഗ്ലാസിന് ഏത് നിറം ലഭിക്കും? ക്രയോലൈറ്റ് ചേർത്താൽ ഗ്ലാസിന് ലഭിക്കുന്നത് വെളുപ്പ് നിറമാണ്. വെളുപ്പ്. തീപ്പെട്ടിക്കൂടിന്റെ വശങ്ങളിൽ പുരട്ടുന്ന സംയുക്തം ഏതാണ്? തീപ്പെട്ടിക്കൂടിന്റെ വശങ്ങളിൽ പുരട്ടുന്ന സംയുക്തമാണ് ആന്റിമണി സൾഫൈഡ്. ആന്റിമണി സൾഫൈഡ് തീപ്പെട്ടിക്കൂടിന്റെ വശങ്ങളിൽ പുരട്ടുന്ന സംയുക്തം. സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ നിന്ന് മടങ്ങിപ്പോയ വർഷം ഏതാണ്? സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ നിന്ന് മടങ്ങിപ്പോയ വർഷം 1929. 1929 സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ നിന്നും മടങ്ങിപ്പോയത്. ഇന്ത്യയിലെ ആദ്യത്തെ ചന്ദനമര മ്യൂസിയം സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ചന്ദനമര മ്യൂസിയം സ്ഥാപിക്കപ്പെട്ടത് മൈസൂരാണ്. മൈസൂർ. അഭയാരണ്യം ഇക്കോ ടൂറിസം പദ്ധതി ഏത് ജില്ലയിലാണ്? അഭയാരണ്യം ഇക്കോ ടൂറിസം പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല എറണാകുളം ജില്ലയാണ്. എറണാകുളം ജില്ല. ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വിദ്യാഭ്യാസ നയം പ്രഖ്യാപിച്ച വർഷം. ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വിദ്യാഭ്യാസ നയം പ്രഖ്യാപിച്ചത് 1968. 1968 ഇന്ത്യയിൽ ആദ്യമായിട്ട് ദേശീയ വിദ്യാഭ്യാസ നയം പ്രഖ്യാപിച്ചത്.
ഏത് പ്രധാനമന്ത്രിയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ദേശീയ വിദ്യാഭ്യാസ നയം പ്രഖ്യാപിച്ചത്? ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് 1968 ദേശീയ വിദ്യാഭ്യാസ നയം പ്രഖ്യാപിച്ചത്. ഇന്ത്യയിൽ രണ്ടാമത്തെ വിദ്യാഭ്യാസ നയം പ്രഖ്യാപിച്ചത് ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ്? രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ്. 1986 രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ് ഇന്ത്യയിൽ രണ്ടാമത്തെ വിദ്യാഭ്യാസ നയം പ്രഖ്യാപിച്ചത്. അടുത്ത ചോദ്യം, ലോക കാവ്യ ദിനം എന്നാണ്. ലോക കാവ്യ ദിനമായിട്ട് ആചരിക്കുന്നത് മാർച്ച് 21. മാർച്ച് 21 ലോക കാവ്യ ദിനമായിട്ട് ആചരിക്കുന്നത്. നവാഗത ചലച്ചിത്ര സംവിധായകനുള്ള ഇന്ദിരാഗാന്ധി അവാർഡ് മലയാളത്തിൽ നിന്ന് ആദ്യമായിട്ട് നേടിയത്? നവാഗത ചലച്ചിത്ര സംവിധായകനുള്ള ഇന്ദിരാഗാന്ധി അവാർഡ് മലയാളത്തിൽ നിന്ന് ആദ്യമായി നേടിയത് അജയനാണ്. പെരുന്തച്ചൻ എന്ന സിനിമയിലെ സംവിധാനത്തിന്. നവാഗത ചലച്ചിത്ര സംവിധായകനുള്ള ഇന്ദിരാഗാന്ധി അവാർഡ് മലയാളത്തിൽ നിന്ന് ആദ്യമായിട്ട് നേടിയതാരാണ്? അജയൻ. ഡച്ചുകാരനായ കാൻഡർ വിഷറുടെ എഴുത്തുകളെ അവലംബിച്ച് കേരള ചരിത്രം എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? പത്മനാഭ മേനോൻ. കേരള ചരിത്രം എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? പത്മനാഭ മേനോൻ. ഡച്ചുകാരനായ കാൻഡർ വിഷറുടെ എഴുത്തുകളെ അവലംബിച്ച് കേരള ചരിത്രം എന്ന ഗ്രന്ഥം രചിച്ചത് പത്മനാഭ മേനോനാണ്. ഫൂലൻ ദേവിയെ കുറിച്ച് ബൻഡിറ്റ് ക്യൂൻ എന്ന ഗ്രന്ഥം തയ്യാറാക്കിയത് ആരാണ്? ബൻഡിറ്റ് ക്യൂൻ എന്ന ഗ്രന്ഥം തയ്യാറാക്കിയത് മാല സെൻ ആണ്. ആരെക്കുറിച്ചാണ്? ഫൂലൻ ദേവിയെ കുറിച്ച്. ഫൂലൻ ദേവിയെ കുറിച്ച് ബൻഡിറ്റ് ക്യൂൻ എന്ന ഗ്രന്ഥം തയ്യാറാക്കിയത് ആരാണ്? മാല സെൻ. ഏഷ്യയുടെ ബെർലിൻ മതിൽ എന്നറിയപ്പെടുന്നത്? ഏഷ്യയുടെ ബെർലിൻ മതിൽ എന്നറിയപ്പെടുന്നത് വാഗ അതിർത്തിയാണ്. വാഗ അതിർത്തിയാണ് ഏഷ്യയുടെ ബെർലിൻ മതിൽ എന്ന് അറിയപ്പെടുന്നത്. മഷിക്കറ മായ്ക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? മഷിക്കറ മായ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഓക്സാലിക് ആസിഡ് ആണ്. ഓക്സാലിക് ആസിഡ് ആണ് മഷിക്കറ മായ്ക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ്. കാഡ്മിയം സൾഫൈഡ് ചേർത്താൽ ഗ്ലാസിന് ലഭിക്കുന്ന നിറം ഏതാണ്? കാഡ്മിയം സൾഫൈഡ് ചേർത്താൽ ഗ്ലാസിന് ലഭിക്കുന്ന നിറം മഞ്ഞ നിറമാണ്. മഞ്ഞ നിറം. ഏത് ചേർത്താലാണ് ഗ്ലാസിന് മഞ്ഞ നിറം ലഭിക്കുന്നത്? കാഡ്മിയം സൾഫൈഡ്. എല്ലാ ഷെല്ലിലുമുള്ള സബ്ഷെൽ ഏതാണ്? എല്ലാ ഷെല്ലിലുമുള്ള സബ്ഷെൽ എസ് ആണ്. എസ് സബ്ഷെല്ലാണ് എല്ലാ ഷെല്ലിലുമുള്ള സബ്ഷെൽ. കണ്ണിന്റെ തിളക്കത്തിന് കാരണമായ ലോഹം? കണ്ണിന്റെ തിളക്കത്തിന് കാരണമായ ലോഹം സിങ്ക് ആണ്. കണ്ണിന്റെ തിളക്കത്തിന് കാരണമായ ലോഹം ഏതാണ്? സിങ്ക്. പഞ്ചാബികളുടെ പ്രശസ്തമായ ആയോധന കല? പഞ്ചാബികളുടെ പ്രശസ്തമായ ആയോധന കല ഗാഡ്ഗയാണ്. പഞ്ചാബികളുടെ പ്രശസ്തമായ ആയോധന കല ഏതാണ്? ഗാഡ്ഗ. സുഷുമ്ന സ്ഥിതി ചെയ്യുന്ന നട്ടെല്ലിലെ ഭാഗം? സുഷുമ്ന സ്ഥിതി ചെയ്യുന്ന നട്ടെല്ലിലെ ഭാഗമാണ് ന്യൂറൽ കനാൽ. സുഷുമ്ന സ്ഥിതി ചെയ്യുന്ന നട്ടെല്ലിലെ ഭാഗം ഏതാണ്? ന്യൂറൽ കനാൽ. ഏറ്റവും കുറവ് ദൂരം രാജ്യാന്തര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനം? ഏറ്റവും കുറവ് ദൂരം രാജ്യാന്തര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനം നാഗാലാൻഡ് ആണ്. ഏറ്റവും കുറവ് ദൂരം രാജ്യാന്തര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? നാഗാലാൻഡ്. ഇന്ത്യൻ IT വ്യവസായത്തിന്റെ പിതാവ്? ഇന്ത്യൻ IT വ്യവസായത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് FC കോഹ്ലിയാണ്. FC കോഹ്ലിയാണ് ഇന്ത്യൻ IT വ്യവസായത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. FC കോഹ്ലി. മലനാട് കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ ഭൂവിഭാഗം ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ ഭൂവിഭാഗം മലനാടാണ്. മലനാട് കഴിഞ്ഞാലുള്ള കേരളത്തിലെ ഏറ്റവും വലിയ ഭൂവിഭാഗം ഇടനാടാണ്. ഇടനാട്. പോളിത്തീന്റെ മോണോമർ? പോളിത്തീന്റെ മോണോമർ ഈഥീൻ ആണ്. ഈഥീൻ. പോളിത്തീന്റെ മോണോമർ ഏതാണ്? ഈഥീൻ. മഴവെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ജീവകം ഏതാണ്? മഴവെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ജീവകം വിറ്റാമിൻ B12 ആണ്. വിറ്റാമിൻ B12 ആണ് മഴവെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ജീവകം. ബദാമിന്റെ മണമുള്ള വിഷവസ്തു? ബദാമിന്റെ മണമുള്ള വിഷവസ്തു പൊട്ടാസ്യം സയനൈഡ്. പൊട്ടാസ്യം സയനൈഡിന്റെ ബദാമിന്റെ മണമാണുള്ളത്. ഏത് പരിസ്ഥിതി പ്രവർത്തകയുടെ ഓർമ്മക്കുറിപ്പുകളാണ് തല കുനിക്കാതെ എന്നത്? അൺബൗഡ്. അൺബൗഡ് എന്നത് ഏത് പരിസ്ഥിതി പ്രവർത്തകയുടെ ഓർമ്മക്കുറിപ്പുകളാണ്?
വാങ്കാരി മാതായിയുടെ ഓർമ്മക്കുറിപ്പുകളാണ് തലകുനിക്കാതെ അല്ലെങ്കിൽ അൺബോവ്ഡ് എന്നത്. രാമായണ കഥ ആലേഖനം ചെയ്ത 45ഓളം ചുമർ ചിത്രങ്ങളാൽ പ്രസിദ്ധമായ കൊട്ടാരം ഏതാണ്? രാമായണ കഥ ആലേഖനം ചെയ്ത 45ഓളം ചുമർ ചിത്രങ്ങളാൽ പ്രസിദ്ധമായ കൊട്ടാരം മട്ടാഞ്ചേരി കൊട്ടാരമാണ് രാമായണ കഥ ആലേഖനം ചെയ്ത 45ഓളം ചുമർ ചിത്രങ്ങളാൽ പ്രസിദ്ധമായ കൊട്ടാരം. ശാസ്ത്രത്തിൽ തന്മാത്ര എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത് തന്മാത്ര എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത് അവഗാഡ്രോയാണ് തന്മാത്ര എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത് അവഗാഡ്രോ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ പ്രവിശ്യയിൽ ഭരണ വിഷയങ്ങളെ കരുതൽ എന്നും കൈമാറ്റം ചെയ്യപ്പെട്ടതെന്നും രണ്ടായി തരംതിരിച്ച ഭരണപരിഷ്കാരം ഏതാണ്? ബ്രിട്ടീഷ് ഇന്ത്യയിലെ പ്രവിശ്യയിൽ ഭരണ വിഷയങ്ങളെ കരുതൽ എന്നും കൈമാറ്റം ചെയ്യപ്പെട്ടതെന്നും രണ്ടായിട്ട് തിരിച്ച ഭരണപരിഷ്കാരമാണ് മൊണ്ടേഗോ ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം. ഏറ്റവും ലഘുവായ ആറ്റമുള്ള മൂലകം ഹൈഡ്രജൻ ആണ്. ഏറ്റവും ലഘുവായ ആറ്റമുള്ള മൂലകം ഹൈഡ്രജൻ. അറ്റോമിക് റേഡിയസ് ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? അറ്റോമിക് റേഡിയസ് ഏറ്റവും കൂടുതലുള്ളത് ഫ്രാൻസിയത്തിനാണ്. അറ്റോമിക് റേഡിയസ് ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? ഫ്രാൻസിയം. ദേശീയ ചെറുകിട വ്യവസായ ദിനം എന്നാണ്. ദേശീയ ചെറുകിട വ്യവസായ ദിനമായിട്ട് ആചരിക്കുന്നത് ഓഗസ്റ്റ് 30 ദേശീയ ചെറുകിട വ്യവസായ ദിനമായിട്ട് ആചരിക്കുന്നത് ഓഗസ്റ്റ് 30. ആഗോളതാപനം മൂലം വംശനാശം സംഭവിച്ച ആദ്യത്തെ ജീവി. ആഗോളതാപനം മൂലം വംശനാശം സംഭവിച്ച ആദ്യത്തെ ജീവി സ്വർണ്ണത്തവളയാണ് ആഗോളതാപനം മൂലം വംശനാശം സംഭവിച്ച ആദ്യത്തെ ജീവി. 1857 വിപ്ലവത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരെയാണ്? 1857 വിപ്ലവത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് നാനാ സാഹിബ്. മുണ്ടൻതുറ വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ്? മുണ്ടൻതുറ വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാട്ടിലാണ്. മുണ്ടൻതുറ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? തമിഴ്നാട്. കണ്ടകൈ പുല്ലുപറി സമരത്തിന്റെ നായിക എന്ന് അറിയപ്പെടുന്നത് ആര്? കണ്ടകൈ പുല്ലുപറി സമരത്തിന്റെ നായിക PK കുഞ്ഞാക്കമ്മയാണ് കണ്ടകൈ പുല്ലുപറി സമരത്തിന്റെ നായിക എന്ന് അറിയപ്പെടുന്നത് PK കുഞ്ഞാക്കമ്മ. പട്ടണം എന്ന കേരളത്തിലെ ഉത്ഖനന പ്രദേശം ഏത് നദീതീരത്താണ്? പട്ടണം എന്ന കേരളത്തിലെ ഉത്ഖനന പ്രദേശം ഏത് നദീതീരത്താണ്? പെരിയാർ നദീതീരത്താണ്. പെരിയാർ. ശരീരത്തിൽ നിന്നുള്ള സോഡിയം നഷ്ടം നിയന്ത്രിക്കുന്ന ഹോർമോൺ. ശരീരത്തിൽ നിന്നുള്ള സോഡിയം നഷ്ടം നിയന്ത്രിക്കുന്ന ഹോർമോണാണ് ആൽഡോസ്റ്റിറോൺ. ശരീരത്തിൽ നിന്നുള്ള സോഡിയം നഷ്ടം നിയന്ത്രിക്കുന്ന ഹോർമോണാണ് ആൽഡോസ്റ്റിറോൺ. ദൂരെ നിന്ന് നോക്കുമ്പോൾ വെള്ളച്ചാട്ടം നിശ്ചലമായി തോന്നുന്നതിന് കാരണമായ പ്രതിഭാസം. ദൂരെ നിന്ന് നോക്കുമ്പോൾ വെള്ളച്ചാട്ടം നിശ്ചലമായി തോന്നുന്നതിന് കാരണമായ പ്രതിഭാസമാണ് വീക്ഷണ സ്ഥിരത. കണ്ണിന്റെ വീക്ഷണ സ്ഥിരതയാണ് ദൂരെ നിന്ന് നോക്കുമ്പോൾ വെള്ളച്ചാട്ടം നിശ്ചലമായി തോന്നുന്നതിന് കാരണമായ പ്രതിഭാസം. മല്ലിശൈ മന്നൻ എന്നറിയപ്പെടുന്ന സംഗീതജ്ഞൻ MS വിശ്വനാഥൻ. ഭിലായ് സ്റ്റീൽ പ്ലാന്റിന് ആവശ്യമായ ഇരുമ്പയിര് ലഭ്യമാകുന്ന പ്രദേശം. ഭിലായ് സ്റ്റീൽ പ്ലാന്റിന് ആവശ്യമായ ഇരുമ്പയിര് ലഭ്യമാകുന്ന പ്രദേശമാണ് രാജ്ഹാര കുന്നുകളിൽ നിന്നുമാണ് ഭിലായ് സ്റ്റീൽ പ്ലാന്റിന് ആവശ്യമായ ഇരുമ്പയിര് ലഭ്യമാക്കുന്നത്. രാജ്ഹാര കുന്നുകൾ. ദേശീയ അഭിഭാഷക ദിനമായി ആചരിക്കുന്ന ഡിസംബർ 3 ആരുടെ ജന്മദിനമാണ്?
ദേശീയ അഭിഭാഷക ദിനം എന്നാണ്. ഡിസംബർ 3 ഡിസംബർ 3 ആരുടെ ജന്മദിനമാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ ജന്മദിനമാണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ ജന്മദിനമായ ഡിസംബർ 3 ദേശീയ അഭിഭാഷക ദിനമായിട്ട് ആചരിക്കുന്നത്. ഇലക്ട്രോണിക് സർക്യൂട്ടിലെ എന്തെങ്കിലും കണക്ഷൻ വിട്ടുപോയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിനുള്ള ഉപകരണം. ഇലക്ട്രോണിക് സർക്യൂട്ടിൽ എന്തെങ്കിലും കണക്ഷൻ വിട്ടുപോയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിനുള്ള ഉപകരണമാണ് മൾട്ടിമീറ്റർ. മൾട്ടിമീറ്റർ. ലോക പരുത്തി ദിനം ആചരിക്കുന്നത് എന്നാണ്. ലോക പരുത്തി ദിനമായിട്ട് ആചരിക്കുന്നത് ഒക്ടോബർ 7 ഒക്ടോബർ 7 ലോക പരുത്തി ദിനമായിട്ട് ആചരിക്കുന്നത്. ഒക്ടോബർ 7. ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്ത്. ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്ത് മീനങ്ങാടിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്ത് ഏതാണ്? മീനങ്ങാടി. ആൽഫ്രഡ് വേഗ്നറുടെ സിദ്ധാന്തപ്രകാരം 280 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ബൃഹത് ഭൂഖണ്ഡം. ആൽഫ്രഡ് വേഗ്നറുടെ സിദ്ധാന്തപ്രകാരം 280 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ബൃഹത് ഭൂഖണ്ഡമാണ് പാൻജിയ. രോഗാണു ശരീരത്തിൽ പ്രവേശിച്ച് രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നത് വരെയുള്ള കാലയളവ് അറിയപ്പെടുന്നത്. രോഗാണു ശരീരത്തിൽ പ്രവേശിച്ച് രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നത് വരെയുള്ള കാലയളവാണ് ഇൻക്യുബേഷൻ പീരീഡ്. ഇൻക്യുബേഷൻ പീരീഡ്. കൊങ്ങൻപട ഉത്സവം എന്നും അറിയപ്പെട്ടിരുന്ന കലാരൂപം. കൊങ്ങൻപട ഉത്സവം എന്നും അറിയപ്പെട്ടിരുന്ന കലാരൂപമാണ് പടയണി. പടയണിയാണ് കൊങ്ങൻപട ഉത്സവം എന്നും അറിയപ്പെട്ടിരുന്നത്. പകർച്ചവ്യാധികളെക്കുറിച്ചുള്ള പഠനം. പകർച്ചവ്യാധികളെക്കുറിച്ചുള്ള പഠനമാണ് എപ്പിഡെമിയോളജി. എപ്പിഡെമിയോളജി. പകർച്ചവ്യാധികളെക്കുറിച്ചുള്ള പഠനമാണ് എപ്പിഡെമിയോളജി. വാൽ നക്ഷത്രങ്ങളുടെ വാൽ രൂപപ്പെടാൻ കാരണമായ പ്രതിഭാസം. വാൽ നക്ഷത്രങ്ങളുടെ വാൽ രൂപപ്പെടാൻ കാരണമായ പ്രതിഭാസമാണ് ടിൻഡൽ പ്രഭാവം. ടിൻഡൽ പ്രഭാവം. എംഫിസിമ ബാധിക്കുന്ന അവയവം. എംഫിസിമ ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ്. എംഫിസിമ ബാധിക്കുന്ന അവയവം ഏതാണ്? ശ്വാസകോശം. BCG വാക്സിൻ കുഞ്ഞിന് നൽകുന്നത് എപ്പോഴാണ്? BCG വാക്സിൻ കുഞ്ഞിന് നൽകുന്നത് ജനിച്ചയുടനാണ്. ജനിച്ചയുടൻ തന്നെയാണ് BCG വാക്സിൻ കുഞ്ഞിന് നൽകുന്നത്. ആശാ വർക്കർ എന്നതിൻ്റെ പൂർണ്ണരൂപം. ആശാ വർക്കർ എന്നതിൻ്റെ പൂർണ്ണരൂപമാണ് അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് വർക്കർ. അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് വർക്കർ. ആശാ വർക്കർ. ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 21A ഉൾപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ രൂപവൽക്കരിച്ച കമ്മിറ്റി. ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 21A ഉൾപ്പെടുത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ രൂപവൽക്കരിച്ച കമ്മിറ്റിയാണ് തപസ് മജുംദാർ കമ്മിറ്റി. തപസ് മജുംദാർ കമ്മിറ്റി. മലയോരങ്ങളിൽ കുറ്റിക്കാടുകൾ വെട്ടിത്തെളിച്ച് ചെയ്തിരുന്ന കേരളത്തിലെ പരമ്പരാഗത കൃഷിരീതി. മലയോരങ്ങളിൽ കുറ്റിക്കാടുകൾ വെട്ടിത്തെളിച്ച് ചെയ്തിരുന്ന കേരളത്തിലെ പരമ്പരാഗത കൃഷിരീതിയാണ് പൂനം കൃഷിരീതി. പൂനം കൃഷിരീതി. ഏത് രോഗം പടർന്നു പിടിച്ചത് കാരണമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളന വേദി പുനെയിൽ നിന്ന് മുംബൈയിലേക്ക് മാറ്റിയത്? ഏത് രോഗം പടർന്നു പിടിച്ചത് കാരണമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളന വേദി പുനെയിൽ നിന്നും മുംബൈയിലേക്ക് മാറ്റിയത്? പ്ലേഗ് ആണ്. പ്ലേഗ്. കേരള സോക്രട്ടീസ് എന്നറിയപ്പെട്ട പ്രശസ്ത പത്രപ്രവർത്തകൻ. കേരള സോക്രട്ടീസ് എന്നറിയപ്പെട്ട പ്രശസ്ത പത്രപ്രവർത്തകൻ ആരാണ്? കേസരി ബാലകൃഷ്ണപിള്ളയാണ്. കേസരി ബാലകൃഷ്ണപിള്ള. ആമസോൺ മഴക്കാടുകൾ എത്ര രാജ്യങ്ങളിലാണ് വ്യാപിച്ചു കിടക്കുന്നത്? ആമസോൺ മഴക്കാടുകൾ എത്ര രാജ്യങ്ങളിലായിട്ടാണ് വ്യാപിച്ചു കിടക്കുന്നത്? 9. ഇന്ത്യയിലെ ആദ്യത്തെ റൈസ് ടെക്നോളജി പാർക്ക് സ്ഥിതി ചെയ്യുന്ന ഗംഗാവതി ഏത് സംസ്ഥാനത്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ റൈസ് ടെക്നോളജി പാർക്ക് സ്ഥിതി ചെയ്യുന്ന ഗംഗാവതി ഏത് സംസ്ഥാനത്താണ്?
കർണാടകമാണ്. കർണാടകം. ഗംഗാവതി പ്രത്യേകത എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ റൈസ് ടെക്നോളജി പാർക്ക്. കോട്ടുകോണം ഏത് വിളയുടെ ഇനമാണ്? കോട്ടുകോണം എന്നത് ഏത് വിളയുടെ ഇനമാണ്? മാവ്. മാവിൻ്റെ ഇനമാണ് കോട്ടുകോണം. ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ്? ഇന്ത്യയുടെ ദേശീയ മൃഗം കടുവ. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏതാണ്? ആനയാണ്. G8 എന്ന സംഘടന രൂപം കൊണ്ട വർഷം. G8 എന്ന സംഘടന രൂപം കൊണ്ട വർഷം 1985 ആണ്. 1985. വിവിധ ശബ്ദങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ശബ്ദത്തിന്റെ പ്രത്യേകത. വിവിധ ശബ്ദങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ശബ്ദത്തിന്റെ പ്രത്യേകതയാണ് ടിംബർ. വിവിധ ശബ്ദങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ശബ്ദത്തിന്റെ പ്രത്യേകതയാണ് ടിംബർ. കുട്ടികളിൽ കണ്ടുവരുന്ന പ്രമേഹം ഏതാണ്? കുട്ടികളിൽ കണ്ടുവരുന്ന പ്രമേഹമാണ് ടൈപ്പ് 1 പ്രമേഹം. കുട്ടികളിൽ കണ്ടുവരുന്ന പ്രമേഹമാണ് ടൈപ്പ് 1 പ്രമേഹം. മുതിർന്നവരിൽ കണ്ടുവരുന്ന പ്രമേഹം. മുതിർന്നവരിൽ കണ്ടുവരുന്ന പ്രമേഹമാണ് ടൈപ്പ് 2 പ്രമേഹം. ഹേബർ പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം ഏതാണ്? ഹേബർ പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം ഇരുമ്പാണ്. ഇരുമ്പ്. ജനനം മുതൽ മരണം വരെയുള്ള തുടർ പദ്ധതിയാണ് വിദ്യാഭ്യാസം എന്ന് പ്രസ്താവിച്ചത് ആരാണ്? ജനനം മുതൽ മരണം വരെയുള്ള തുടർ പദ്ധതിയാണ് വിദ്യാഭ്യാസം എന്ന് പ്രസ്താവിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധി. അനസ്തറ്റിക് ആയി ഉപയോഗിക്കുന്ന മനുഷ്യനിർമ്മിത നൈട്രജൻ സംയുക്തം. അനസ്തറ്റിക് ആയിട്ട് ഉപയോഗിക്കുന്ന മനുഷ്യനിർമ്മിത നൈട്രജൻ സംയുക്തം ഏതാണ്? നൈട്രസ് ഓക്സൈഡ് ആണ്. നൈട്രസ് ഓക്സൈഡ്. ആരുടെ വീട്ടിൽ താമസിച്ചു കൊണ്ടാണ് കുമാരനാശാൻ മൈസൂരിൽ സംസ്കൃത പഠനം നടത്തിയത്? ആരുടെ വീട്ടിൽ താമസിച്ചു കൊണ്ടാണ് കുമാരനാശാൻ മൈസൂരിൽ സംസ്കൃത പഠനം നടത്തിയത്? ഡോക്ടർ പൽപുവിൻ്റെതാണ്. ഡോക്ടർ പൽപുവിൻ്റെ വീട്ടിൽ താമസിച്ചു കൊണ്ടാണ് കുമാരനാശാൻ മൈസൂരിൽ സംസ്കൃത പഠനം നടത്തിയത്. സുഭാഷ് ചന്ദ്രബോസ് സ്ഥാപിച്ച ഫോർവേഡ് ബ്ലോക്കിന്റെ കേരള ഘടകത്തിന്റെ അധ്യക്ഷനായതാര്? സുഭാഷ് ചന്ദ്രബോസ് സ്ഥാപിച്ച ഫോർവേഡ് ബ്ലോക്കിന്റെ കേരള ഘടകത്തിന്റെ അധ്യക്ഷനായത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ്. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. ലോക പക്ഷാഘാത ദിനം എന്നാണ്. ലോക പക്ഷാഘാത ദിനമായിട്ട് ആചരിക്കുന്നത് ഒക്ടോബർ 29 ഒക്ടോബർ 29 ലോക പക്ഷാഘാത ദിനമായിട്ട് ആചരിക്കുന്നത്. ഒക്ടോബർ 29. ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളെ നിശ്ചലമായോ വേഗം കുറച്ചോ കാണാൻ സഹായിക്കുന്ന ഉപകരണം. ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളെ നിശ്ചലമായോ വേഗം കുറച്ചോ കാണാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്ട്രോബോസ്കോപ്പ്. സ്ട്രോബോസ്കോപ്പ്. ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളെ നിശ്ചലമായോ വേഗം കുറച്ചോ കാണാൻ സഹായിക്കുന്ന ഉപകരണമാണ് സ്ട്രോബോസ്കോപ്പ്. പോക്സോ നിയമത്തിലെ ആകെ വകുപ്പുകളുടെ എണ്ണം. പോക്സോ നിയമത്തിലെ ആകെ വകുപ്പുകളുടെ എണ്ണം 46. നാഷണൽ യാക് റിസർച്ച് സെന്റർ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. നാഷണൽ യാക് റിസർച്ച് സെന്റർ സ്ഥിതി ചെയ്യുന്നത് അരുണാചൽ പ്രദേശിലാണ്. അരുണാചൽ പ്രദേശ്. ഇന്ത്യയുടെ 2ാം റബ്ബർ തലസ്ഥാനം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ത്രിപുരയാണ്. ഇന്ത്യയുടെ 2ാം റബ്ബർ തലസ്ഥാനം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് ത്രിപുര. ഇന്ത്യൻ ഭരണഘടനയിലെ ആമുഖത്തിലെ സാഹോദര്യം എന്ന പദം നിർദ്ദേശിച്ചതാര്? സാഹോദര്യം ഡോക്ടർ BR അംബേദ്കർ ആണ്. ഇന്ത്യൻ ഭരണഘടനയിലെ ആമുഖത്തിലെ സാഹോദര്യം എന്ന പദം നിർദ്ദേശിച്ചത് ഡോക്ടർ BR അംബേദ്കർ. വളരെ താഴ്ന്ന ഊഷ്മാവിൽ വൈദ്യുത പ്രതിരോധം 0 അവസ്ഥ. വളരെ താഴ്ന്ന ഊഷ്മാവിൽ വൈദ്യുത പ്രതിരോധം 0 അവസ്ഥയാണ് അതിചാലകത അല്ലെങ്കിൽ സൂപ്പർ കണ്ടക്ടിവിറ്റി. അതിചാലകത അല്ലെങ്കിൽ സൂപ്പർ കണ്ടക്ടിവിറ്റി എന്നത് വളരെ താഴ്ന്ന ഊഷ്മാവിൽ വൈദ്യുത പ്രതിരോധം 0 അവസ്ഥയാണ്. ബോറാക്സ് എന്തിൻ്റെ അയരാണ്? ബോറാക്സ്. സോഡിയം. സോഡിയത്തിന്റെ അയരാണ് ബോറാക്സ്. സോഡിയം. ലിംക ട്രോഫി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ലിംക ട്രോഫി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചെസ് ആണ്. ലിംക ട്രോഫി ഏത് കായിക ഇനവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ചെസ്.
സോഷ്യലിസം എന്ന ആശയം ലോകമെമ്പാടും പ്രചരിക്കാൻ കാരണമായ വിപ്ലവം. സോഷ്യലിസം എന്ന ആശയം ലോകമെമ്പാടും പ്രചരിക്കാൻ കാരണമായ വിപ്ലവമാണ് റഷ്യൻ വിപ്ലവം. സോഷ്യലിസം എന്ന ആശയം ലോകമെമ്പാടും പ്രചരിക്കാൻ കാരണമായ വിപ്ലവം ഏതാണ്? റഷ്യൻ വിപ്ലവം. ഇടുപ്പെല്ലിലെ സന്ധി ഏത് തരത്തിൽപ്പെട്ടതാണ്? ഇടുപ്പെല്ലിലെ സന്ധി ഗോളര സന്ധിയാണ്. ഇടുപ്പെല്ലിലെ സന്ധി ഏത് തരത്തിൽപ്പെട്ടതാണ്? ഗോളര സന്ധി. പേശികളിൽ അടങ്ങിയിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട മാംസ്യങ്ങൾ. പേശികളിൽ അടങ്ങിയിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട മാംസ്യങ്ങളാണ് ആക്റ്റിനും മയോസിനും. പേശികളിൽ അടങ്ങിയിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട മാംസ്യങ്ങളാണ് ആക്റ്റിൻ, മയോസിൻ എന്നിവ. പേശികൾക്ക് ആവശ്യമായ ഓക്സിജൻ സംഭരിച്ചു വെച്ചിരിക്കുന്നത് എവിടെയാണ്? പേശികൾക്ക് ആവശ്യമായ ഓക്സിജൻ സംഭരിച്ചു വെച്ചിരിക്കുന്നത് മയോഗ്ലോബിനിലാണ്. മയോഗ്ലോബിനിലാണ് പേശികൾക്ക് ആവശ്യമായ ഓക്സിജൻ സംഭരിച്ചു വെച്ചിരിക്കുന്നത്. ഡാർവിൻസ് ട്യൂബർക്കിൾ കാണപ്പെടുന്നത് മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തിലാണ്? ഡാർവിൻസ് ട്യൂബർക്കിൾസ് കാണപ്പെടുന്നത് എവിടെയാണ്? ചെവിയിലാണ്. ചെവി. ഒന്നായാൽ നന്നായി, നന്നായാൽ ഒന്നായി, ഈ വരികൾ ആരുടേതാണ്? ഒന്നായാൽ നന്നായി, നന്നായാൽ ഒന്നായി, ഈ വരികൾ ആരുടേതാണ്? കുഞ്ഞുണ്ണി മാഷിൻ്റെതാണ്. കുഞ്ഞുണ്ണി മാഷ്. അവസാനത്തെ ചോദ്യം, കഥകളിയിൽ നിന്ന് രൂപം കൊണ്ട കലാരൂപം ഏതാണ്? കഥകളിയിൽ നിന്ന് രൂപം കൊണ്ട കലാരൂപമാണ് കേരള നടനം. കഥകളിയിൽ നിന്നും രൂപം കൊണ്ട കലാരൂപം ഏതാണ്? കേരള നടനം. കൂടുതൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.